ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വൈദ്യരുടെ ധ്യാനത്തിലാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് UK വന്നപ്പോൾ ഈ കൈക്കാരന്മാരുടെ അങ്ങനെ ധ്യാനത്തിൽ കണ്ടുപോയപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം. വേറൊന്നും കൊണ്ടല്ല, അതായത് നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിങ്ങനെ സംസാരിച്ച് പോകുന്നത് കൊണ്ട് ധ്യാനത്തിന് ഭയങ്കര ബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വിചാരിക്കുക നമ്മുടെ കുടുംബത്തിലും അല്ലേ, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എല്ലാ ദിവസവും മിണ്ടിയും പറഞ്ഞും അല്ലേ, നമ്മൾ ഒതുങ്ങിക്കൂടരുത്. ഇടവകയിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും അങ്ങനെ പോകുമ്പോൾ എന്തൊരു ബന്ധമാണ്. കർത്താവിൻ്റെ വലിയൊരു ആനന്ദമല്ലേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന വചനം പത്രോസിലേക്ക് എഴുതിയില്ല, 2 പത്രോസ് അതിൻ്റെ 3:11 വചനം എങ്ങനെയാണ്? ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഈ ലോകവും ഇതെല്ലാം കത്തിക്കരിഞ്ഞു പോകും, അല്ലെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിന് വരുമ്പോൾ ഇതെല്ലാം ശൂന്യമായി, ഇതിലൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വചനം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ശരിക്കും നിത്യസ്വർഗവും നിത്യസമ്മാനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അധ്വാനിക്കേണ്ടത്. അപ്പോൾ ഈ ലോകത്തിലെ നശ്വരമായ ചുമ്മാ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ പോകരുത്. പക്ഷേ നമുക്ക് ശുഷ്കാന്തി വേണം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാ പറയുക, നിങ്ങൾ മോനെ നല്ല ശുഷ്കാന്തി വേണം, ഒരു കാര്യത്തിന് നല്ല ശുഷ്കാന്തി വേണം. നമ്മുടെ മക്കളെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾക്ക് ഈ ശുഷ്കാന്തി ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അതാണ്. അത് നമുക്ക് ശുഷ്കാന്തി എന്താ, ഭക്ഷണം കഴിക്കുന്ന മാത്രം ശുഷ്കാന്തി ഉണ്ടായാൽ പോരാ, കളിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടായാൽ പോരാ, കുറ്റം പറയുന്ന കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടായാൽ പോരാ. എൻ്റെ സഹോദരങ്ങൾ, എന്തിനാ ശുഷ്കാന്തി? വിശുദ്ധിയോടെ ദൈവഭക്തിയോടെ വ്യാപരിക്കുന്നതിൽ ജീവിക്കുന്നതിൽ എത്ര ശുഷ്കാന്തിയാണ്. അപരിഹാരം മനസ്സിലാക്കണം. അതിനകത്ത് അത്ര ശ്രദ്ധിച്ചാലേ അത് നടക്കുകയുള്ളൂ. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടം അല്ലേ, നമ്മുടെ ഭാവം, ഒരുപാട് കാര്യങ്ങൾ. ഹല്ലേലൂയ. ദൈവഭക്തിയോട് ജീവിക്കുന്നതിൽ ശുഷ്കാന്തി വേണം. എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, എല്ലാ ദിവസവും വചനം വായിക്കുക അല്ലേ, എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുഷ്കാന്തി വേണ്ടത് നശ്വരമായ കാര്യങ്ങളിലല്ല. കുട്ടികളെ, പഠിക്കാൻ ശുഷ്കാന്തി വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. അതിലൊക്കെ വേണം. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവഭക്തിയിലും വിശുദ്ധിയിലുമാണ് നമുക്ക് ശുഷ്കാന്തി വേണ്ടത്. അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതിനാണോ നമുക്കതോ മറ്റു കാര്യങ്ങൾക്കാണ് ശുഷ്കാന്തി ശരിക്കും കൂടുതൽ? എൻ്റെ ഈശോയെ, ഈ വചനം കേട്ട് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വിശുദ്ധിയോടെയും ദൈവഭക്തിയോടെ ജീവിക്കുന്നതിൽ ഇവർക്കെല്ലാം ശുഷ്കാന്തി ഉണ്ടാകട്ടെ കർത്താവ്. വചനം ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും, വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.